എല്ലാവർക്കും നമസ്കാരം. കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നല്ല ചൂട് സമയമൊക്കെ കഴിഞ്ഞ് നമുക്ക് 3-4 മഴയൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇച്ചിരി ചൂടിന് ശമനമുണ്ട്. അതിൽ ഞാൻ വിചാരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഈ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് വിഷമയമില്ലാത്ത നല്ല ആഹാരം അറ്റ്ലീസ്റ്റ് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പൊട്ടിച്ച മാങ്ങ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ബഡ് തൈ മേടിച്ച് വെച്ചതാണ്. അതിപ്പം കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കായ്ക്കുന്നുണ്ട്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതിൻ്റെ പേരെന്തുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ചാമ്പയ്ക്ക, ഇഷ്ടം മാതിരി ചാമ്പയ്ക്ക ഇപ്പം മുറ്റത്ത് നിൽപ്പുണ്ട്. ഇത് നമുക്ക് വൈൻ ഉണ്ടാക്കാം, അതേപോലെ തന്നെ അച്ചാറിടാം, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും മുളകും കൂടൊക്കെ കൂട്ടി കഴിക്കാം. ഇതുപോലുള്ള കുറച്ച് ഫലവൃക്ഷങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വിഷമയമില്ലാത്ത കുറച്ച് പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കാം നമുക്ക്. ഇപ്പം നല്ല ചക്ക ഇഷ്ടംമാതിരി കായ്ച്ചിട്ടുണ്ട്. എന്നാൽ ആ വഴി നമുക്ക് നമ്മുടെ പക്ഷിമൃഗാദികളെയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കൂട്ടിച്ചെന്നപ്പം നമ്മുടെ ഒരു ബാച്ച് കോഴി അവന്മാരെ അകത്തിട്ടേക്കാണ്. അതിനകത്ത് നിന്ന് 1-2 മുട്ടകളൊക്കെ കിട്ടി. ബാക്കി കുറച്ചെണ്ണമൊക്കെ വെളിയിൽ നടപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ചഴിച്ചു വിട്ട ഇവർ കൊത്താണ്, അതുകൊണ്ടാണ് ഒന്നിച്ചഴിച്ചു വിടാത്തത്. ഇതാണ് നമ്മുടെ പ്രാവുകൾ. ഇപ്പം കുറച്ചെണ്ണമേ ഉള്ളൂ. ഇതിനെ 1-2 ഇടത്തായിട്ടൊക്കെ ഇട്ടേക്കാണ്. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കുറേ എണ്ണത്തിനെയൊക്കെ വെളിയിൽ കൊടുത്ത് കുറച്ചൊക്കെ ഒഴിവാക്കി. നമുക്ക് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട സമയമായി അടുത്തത്. ഇപ്പം നമുക്ക് ഫാൻറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ഇപ്പം വലിയ വിറ്റുവരവില്ലാത്തതുകൊണ്ട് നമ്മളതിനെ അങ്ങനെ ഒത്തിരി കീപ്പ് ചെയ്യുന്നില്ലത്. നമ്മുടെ ഗിനിക്കോഴികൾ ഇതാ കിടക്കുന്നു. അവരെ രാവിലെ അഴിച്ചു വിട്ടില്ല. ഇവർക്കുള്ള തീറ്റ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ടേ അഴിച്ചു വിടത്തുള്ളൂ. എന്നാലേ എല്ലാം കിട്ടത്തുള്ളൂ അതിന്. നമ്മുടെ പാത്ത അതുവഴി ഇതുവഴിയൊക്കെ നടപ്പുണ്ട്. അത് അപ്പുറത്തെ ഒരു ഫെൻസിങ്ങിനകത്താണ്. അത് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും. അത് കഴിഞ്ഞ് അതിന് ടാങ്ക് ഉണ്ട്, അവിടെ പോയി ചാടി കിടക്കും. ദേഹമൊക്കെ നിവൃത്തിയാക്കിയിട്ട് പിന്നെയും കയറി വരും. ഇന്ന് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അന്നേരം മമ്മി അത് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇച്ചിരി കപ്പയും കൂടെ സംഘടിപ്പിച്ച് ഇച്ചിരി കപ്പയും മീൻകറി ഇന്ന് ആക്കിയാലോ എന്നൊരു ആലോചന. നമ്മുടെ പറമ്പിലുള്ളതെല്ലാം തീർന്നത്, ഇനി അടുത്തതായി വരുന്നേ ഉള്ളൂ. അന്നേരം വെളിയിൽ നിന്ന് ഇച്ചിരി കടയിൽ നിന്ന് വാങ്ങിച്ച് ഇച്ചിരി വേവിക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ മൾബറിയാണ്. കുറേ കായ ഇതിൽ കായ്ച്ച് കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 വർഷം മുമ്പ് നട്ട കുറേ ചെടികളാണിത്. എനിക്ക് ഇവിടെ ആടിന് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ നട്ടിരുന്നതാണ്. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് ആക്ച്വലി. ഇതിൻ്റെ ഈ ഇലകൾ മൃഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആഹാരം ഇതിൻ്റെ ഇലകൾ. ഇതിൻ്റെ കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറമ്പിൽ നിൽപ്പുണ്ട്. ഒത്തിരി കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. നമുക്കൊന്നും എല്ലാം ഒന്നും കിട്ടത്തില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ പറിച്ച് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിച്ച് കിടക്കുന്നതാണ് ഈ പുറകിൽ കാണുന്നത്. ഇത് നല്ല മധുരമുള്ള ഒരു ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ്. ഇത് പഴുത്ത് കഴിയുമ്പം ഇതിനൊരു വയലറ്റ് ആയിരിക്കും ഇതിൻ്റെ കായ്ക്ക്. ഇത് നമുക്ക് അന്നേരം തന്നെ പറിച്ച് കഴിച്ചാൽ നല്ല മധുരം അതിന്. വേറെ ഒരെണ്ണം ഉണ്ട്, ഒരു മഞ്ഞ കളർ വരുന്നത്. അതിന് പക്ഷേ ഇച്ചിരി പുളിയാണ്. പക്ഷേ ഇതിന് വലിയ പുളിയില്ല. നല്ലതായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം തന്നെയാണ്. ഇത് കൃഷ്ണതുളസി. ഇത് നമ്മുടെ പറമ്പിൽ ഇഷ്ടം മാതിരി അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്. ഏറ്റവും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ കുറുന്തോട്ടി, ആടലോടകം, പനിക്കുറുക്ക, അതുപോലെ തന്നെ കറ്റാർവാഴ, പിന്നെ നമ്മുടെ ഈ ആര്യവേപ്പ്, ഇതൊക്കെ നമ്മുടെ ഈ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ആവശ്യം വരുമ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാം. എങ്ങും ഓടിപ്പോകേണ്ടതായിട്ട് വരത്തില്ല.
ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാൽ ചിലപ്പം കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംമാതിരി. ഇത് നമ്മുടെ മറ്റൊരു പ്രാവൻ കൂടാണ്. ഇത് ഇപ്പോൾ കാലിയായിട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ പപ്പയ ഇഷ്ടംമാതിരി കായ്ച്ച് കിടപ്പുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ കുറേ ചെടികളുണ്ട് ഇവിടെ. അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുലകൾ ഒക്കെ കിടപ്പുണ്ട്. അതൊന്നും വിളഞ്ഞില്ല. ഇതാണ് നമ്മുടെ പെപ്പർ. കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഇവനെ ഇപ്പോൾ കാണുന്നത്. ആള് നല്ല ഉഷാറാണ്. ഞാൻ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ അതിനെ ഒന്ന് അഴിച്ച് വെളിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കൊണ്ടുവന്ന് കൂട്ടിലോട്ട് കയറ്റിയാണ് ആളിനെ. നല്ല സ്മാർട്ടാണ്, നല്ല ആക്റ്റീവ് ആള്. ഇവൻ്റെ കൂട് ഈ റബ്ബറും തോട്ടത്തിനിടയ്ക്ക്, അതുകൊണ്ട് കുറേ ഇലകൾ പറന്ന് കൂടിനകത്ത് കിടക്കുന്നുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോയിൽ കുറേ നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.